ഇംഗ്ലണ്ടിനെതിരായ 5 മത്സര T20 പരമ്പര നാളെ മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. പരമ്പരയിലെ ആദ്യ മത്സരം നാളെ രാത്രി 7 മണി മുതൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെച്ചാണ് നടക്കുന്നത്. സൂര്യകുമാർ യാദവിന് കീഴിൽ ശക്തമായ ടീമായിട്ടാണ് ജോസ് ബട്ട്ലറുടെ ഇംഗ്ലണ്ടുമായി ടീം ഇന്ത്യ ആദ്യ മത്സരത്തിനായി ഇറങ്ങുന്നത്. മത്സരത്തിന് മുന്നോടിയായി ടീം ഇന്ത്യയുടെ പ്ലേയിങ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ആദ്യ T20യുടെ സമഗ്രമായൊരു പ്രിവ്യൂ ആണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഇതുപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. അവസാനം കളിച്ച 2 T20 പരമ്പരകളിലും ബംഗ്ലാദേശ്, സൗത്ത് ആഫ്രിക്ക ടീമുകൾക്കെതിരെ പരമ്പര നേടാൻ സാധിച്ച ആത്മവിശ്വാസത്തിലാണ് സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ടീം ഇന്ത്യ ഇറങ്ങുന്നത്. ഇംഗ്ലണ്ടിനെതിരെയും പ്രകടനം ആവർത്തിക്കാനാണ് സൂര്യയുടെയും സംഘത്തിന്റെയും ലക്ഷ്യം. പക്ഷേ മുൻ T20 ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ വീഴ്ത്തണമെങ്കിൽ ഏറ്റവും മികച്ച കളി തന്നെ ടീം ഇന്ത്യക്ക് പുറത്തെടുക്കേണ്ടതായി വരും. ഇനി പ്ലേയിങ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പരിഗണിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ടീം ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡിയിലേക്ക് വന്നാൽ മലയാളി താരം സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തന്നെയായിരിക്കും ടീം ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗിനായി എത്തുക. നാളെ ഈ ഓപ്പണിംഗ് ജോഡി ഇറക്കുമ്പോൾ തുടർച്ചയായ 8ാം മത്സരത്തിലായിരിക്കും ഈ ജോഡി തന്നെ ഓപ്പണിംഗിനായി എത്തുന്നത്. ബംഗ്ലാദേശിനെതിരെയും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായുള്ള പരമ്പരയിലും സഞ്ജുവും അഭിഷേക് ശർമ്മയുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഇപ്പോഴത്തെ വിവാദങ്ങളും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്നും തഴയപ്പെട്ടതുമെല്ലാം സഞ്ജുവിന്റെ പ്രകടനത്തെ ബാധിക്കുമെന്നുള്ള ആശങ്കയുമുണ്ട്. കഴിഞ്ഞ 2 പരമ്പരകളിൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെയൊന്നും അദ്ദേഹത്തിന് കടന്നു പോകേണ്ടതായി വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദത്തെ അതിജീവിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കുക തന്നെയായിരിക്കും സഞ്ജുവിന് മുന്നിലുള്ള ചലഞ്ച്. അവസാനത്തെ 5 T20 മത്സരങ്ങളിൽ 3ലും സെഞ്ചുറി നേടിയ സഞ്ജു മിന്നും ഫോമിലാണ് നിലവിൽ ഇംഗ്ലണ്ട് പര്യടനത്തിനായി എത്തുന്നത്. മറുഭാഗത്ത് ഫോമിലേക്ക് ഉയരാൻ തന്നെയായിരിക്കും അഭിഷേക് ശർമ്മയുടെ ശ്രമം. ഇന്ത്യയുടെ മധ്യനിരയിലേക്ക് വന്നാൽ യുവതാരവും ഓൾറൗണ്ടറുമായ തിലക് വർമ്മ തന്നെയായിരിക്കും 3ാം നമ്പറിൽ കളിക്കുക. സാധാരണയായി 3ാമനായി നായകൻ സൂര്യകുമാർ യാദവാണ് ബാറ്റ് ചെയ്യാറുള്ളതെങ്കിലും ഈ പരമ്പരയിൽ തിലകിനാണ് ഈ റോളിലേക്ക് നറുക്ക് വീഴുക. കാരണം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ അവസാന പരമ്പരയിൽ സൂര്യയ്ക്ക് പകരം അദ്ദേഹം 3ാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരുന്നു. തുടരെ ഈ നമ്പറിൽ ഇറങ്ങി 2 സെഞ്ചുറികളാണ് തിലക് വർമ്മ നേടിയത്. ഈ കാരണത്താൽ തന്നെ ഇംഗ്ലണ്ടിനെതിരെയും തന്റെ ഫേവറേറ്റ് പൊസിഷൻ തിലകിന് നൽകി സൂര്യകുമാർ യാദവ് വീണ്ടും 4ാം നമ്പറിലായിരിക്കും ബാറ്റിംഗിനായി എത്തുക. 5ാമനായി ക്രീസിലെത്തുക സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും. ഈ പരമ്പരയിൽ ഹർദിക് പാണ്ഡ്യയുടെ പ്രകടനം ടീം ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാകും. ബാറ്റിംഗിന് പുറമെ ബോളിംഗിലും അദ്ദേഹത്തിന് മികച്ച സംഭാവനകൾ നൽകാനായി സാധിക്കും. ഹർദിക്കിന് ശേഷം ഫിനിഷർ റോളിൽ റിങ്കു സിംഗിന്റെ ഊഴമായിരിക്കും. ശേഷം ബാറ്റിംഗ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിയെ ടീം ഇന്ത്യ ഉൾപ്പെടുത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. 8ാമനായി സ്പിൻ ഓൾറൗണ്ടറായ അക്സർ പട്ടേലിനായിരിക്കും നറുക്ക് വീഴുക. ടീം ഇന്ത്യയുടെ ബോളിംഗ് ലൈനപ്പിൽ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറും 2 ഫാസ്റ്റ് ബോളർമാരും കളിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് അവസാനം എത്തിയിരിക്കുന്നത്. വരുൺ ചക്രവർത്തി തന്നെയായിരിക്കും ടീമിന്റെ പ്രധാന സ്പിന്നറായി എത്തുക. പക്ഷേ പേസ് നിരയിൽ മുഹമ്മദ് ഷമി കളിച്ചേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് അവസാനം വന്നിരിക്കുന്നത്. പരിശീലനത്തിനിടെ ചെറുതായി പരിക്കേറ്റ അദ്ദേഹത്തിന് വിശ്രമം നൽകിയേക്കുമെന്നും പേസ് ആക്രമണങ്ങൾക്ക് അർഷ്ദീപ് സിംഗിനൊപ്പം ഹർഷിത് റാണയായിരിക്കും ആദ്യ T20യിൽ ടീം ഇന്ത്യക്കൊപ്പം ഉണ്ടാകുക എന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ T20ക്കുള്ള ടീം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനെ പരിഗണിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, നിതീഷ് കുമാർ റെഡ്ഡി, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.